സമയം രാവിലെ 11 മണി ആയിട്ടുണ്ട്. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ഒരു മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സ് ധരിച്ച് രാധിക തന്റെ സ്കൂട്ടറിൽ റോഡിലൂടെ പോവുകയാണ്. അവൾ ആ നാട്ടിലെ ASP ഓഫീസർ അഞ്ജലിയുടെ സഹോദരിയാണെന്ന് ആ സമയത്ത് ആർക്കും അറിയില്ലായിരുന്നു. അവൾ പോകുന്നത് തന്റെ ഒരു സുഹൃത്തിന്റെ വിവാഹത്തിനാണ്. ടൗണ് കഴിഞ്ഞപ്പോൾ അതാ റോട്ടിൽ 3-4 പോലീസുകാർ ചേർന്ന് വാഹനങ്ങൾ പരിശോധിക്കുന്നു. ഇൻസ്പെക്ടർ അരവിന്ദും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. രാധികയുടെ ചേച്ചി ജോലി ചെയ്യുന്ന അതേ സ്റ്റേഷനിൽ തന്നെയാണ് ഈ ഇൻസ്പെക്ടർ അരവിന്ദും ജോലി ചെയ്യുന്നത്. രാധിക അവരുടെ അടുത്ത് എത്തിയതും ആ പോലീസുകാരൻ അവളോട് കൈ കാണിച്ച് വണ്ടി നിർത്താൻ പറഞ്ഞു. രാധിക അങ്ങനെ സ്കൂട്ടർ നിർത്തി. ഇൻസ്പെക്ടർ അരവിന്ദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹലോ മേഡം, എങ്ങോട്ടാണ് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നത്? അത് മാത്രമല്ല അമിത വേഗതയും ഉണ്ടായിരുന്നു. ഒരു ഫൈൻ അടക്കണം. ഇത് കേട്ട് രാധിക പറഞ്ഞു, സാർ ക്ഷമിക്കണം, ഞാൻ തിരക്കിട്ട് വീട്ടിൽ നിന്ന് പോരുകയായിരുന്നു. അതിനിടയിൽ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇവിടെ അടുത്തൊരു കല്യാണത്തിന് പോവുകയാണ്. ദയവായി എന്നെ പോവാൻ അനുവദിക്കണം. ഞാൻ വണ്ടി ഓടിച്ചത് അത്ര വേഗത്തിലൊന്നുമല്ല, 50 കിലോമീറ്റർ സ്പീഡിലാണ്. എന്നാൽ ഇത് കേട്ട് ഇൻസ്പെക്ടർ അരവിന്ദ് അവളോട് ദേഷ്യപ്പെട്ടു. നീ എന്നെ നിയമം പഠിപ്പിക്കുകയാണോ? കൂടുതൽ സംസാരിക്കണ്ട, ഞാൻ പറയുന്നത് അനുസരിക്കുക. തന്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അയാൾ രാധികയുടെ മുഖത്തെ കടിച്ചു. ആ സമയത്തും ഇവൾ ആരാണെന്ന് ഇൻസ്പെക്ടർക്കും മറ്റു പോലീസുകാർക്കും അറിയില്ലായിരുന്നു. അവിടെ കൂടിയ ആളുകൾ ഈ കാഴ്ച കണ്ടുനിന്നു. പക്ഷെ ആരും മുന്നോട്ട് വന്ന് ഒന്നും പറയാൻ ധൈര്യപ്പെട്ടില്ല. ഇൻസ്പെക്ടർ ഉറക്കെ പറഞ്ഞു, നീ ആരടി റോഡിലൂടെ തോന്നിയ പോലെ വാഹനം ഓടിക്കാൻ? കൂടുതൽ നാടകം കളിക്കരുത്. വേഗം ഒരു 2000 രൂപ ഫൈൻ അടച്ചാൽ നിനക്ക് പോകാം, അല്ലെങ്കിൽ നിന്റെ സ്കൂട്ടി അടക്കം ഞാൻ ജയിലിൽ അടക്കും. ഇത് കേട്ട് രാധിക ഒരു നിമിഷം ഒന്ന് മനസ്സിൽ ആലോചിച്ചു. ഇയാൾ നിയമം ദുരുപയോഗം ചെയ്യുകയാണല്ലോ. ഇൻസ്പെക്ടർ എന്ന അഹങ്കാരവുമുണ്ട്. അവൾ ശാന്തമായി പറഞ്ഞു, സാർ ദയവായി എന്നെ പോവാൻ അനുവദിക്കൂ. എന്റെ കയ്യിൽ അത്രയും പണം ഇല്ല. ഈ ചെറിയ തെറ്റിന് എന്തിനാണ് ഇത്രയും വലിയ ഫൈൻ? ഇത് കേട്ട് ഇൻസ്പെക്ടർക്ക് കൂടുതൽ ദേഷ്യം വന്നു. നിന്നെ പോലുള്ള പെൺകുട്ടികളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഹെൽമെറ്റ് വെക്കാതെ വേഗത്തിൽ വാഹനം ഓടിക്കും. എന്തെങ്കിലും പറഞ്ഞാൽ അതിനു മുകളിൽ എതിർത്ത് സംസാരിക്കും. ഇപ്പോൾ നീ ഫൈൻ അടച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ജയിലിൽ അടക്കും. നീ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഇൻസ്പെക്ടർ ഒരു കോൺസ്റ്റബിളിനോട് പറഞ്ഞു, ഇവളെ പിടിച്ച് വേഗം ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോകണം. ഇവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. 2 കോൺസ്റ്റബിൾമാർ വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. രാധിക കൈകൾ കുടഞ്ഞു മാറ്റി പറഞ്ഞു, എന്റെ കയ്യിൽ പിടിക്കരുത്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ നല്ലതിനു വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എന്നെ പോവാൻ അനുവദിക്കൂ. ഇതിനായിട്ട് നിങ്ങൾ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഇത് കേട്ട് ഇൻസ്പെക്ടറുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അയാൾ ദേഷ്യത്തിൽ വീണ്ടും രാധികയുടെ മുഖത്ത് അടിച്ചു. ഈ അഹങ്കാരിയായ പോലീസ് ഇൻസ്പെക്ടർക്ക് നിയമം എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും, അവൾ മനസ്സിൽ വിചാരിച്ചു. അവിടെ കൂടിയ ആളുകൾ ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും ആരും ഒരക്ഷരം മിണ്ടിയില്ല. അവൾ സങ്കടത്തോടെ ഉറക്കെ പറഞ്ഞു, ഹലോ സാർ, നിങ്ങൾ ഒരു കാരണവുമില്ലാതെ ഒരു സ്ത്രീയുടെ മേൽ കൈവച്ചു. ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കും. അന്ന് നിങ്ങൾ ഇതിന് ഖേദിക്കും. കോൺസ്റ്റബിൾമാർ രാധികയെ ബലമായി പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അന്നത്തെ വാഹന പരിശോധന അവിടെ അവസാനിച്ചു. സ്റ്റേഷനിൽ എത്തിയ ഉടൻ ഇൻസ്പെക്ടർ അരവിന്ദ് ഉറക്കെ പറഞ്ഞു, എല്ലാവരും എവിടെ? വേഗം ചായ കൊണ്ടുവരൂ. ഒരു പ്രത്യേക അതിഥിയെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാൾ രാധികയെ കളിയാക്കാൻ തുടങ്ങി. അരവിന്ദ് ആശ്വാസത്തോടെ തന്റെ കസേരയിലിരുന്നു. അയാൾ രാധികക്കെതിരെ ഒരു കാരണവും കൂടാതെ ഒരു കള്ള റിപ്പോർട്ട് എഴുതിയുണ്ടാക്കി. ഇതിന്റെ പേരും പറഞ്ഞ് അവളെ പിടിച്ച് ജയിലിലടച്ചു. സമയം അങ്ങനെ മുന്നോട്ട് പോയി തുടങ്ങി. അതിനിടക്കാണ് അങ്ങോട്ട് SI ആയ ദീപക് വരുന്നത്. ലോക്കപ്പിൽ കിടക്കുന്ന രാധികയെ കണ്ട് ഇൻസ്പെക്ടറോട് അരവിന്ദ് ചോദിച്ചു, എന്താണിത്? ഇവൾ എന്തിനാണ് ലോക്കപ്പിൽ കിടക്കുന്നത്? അരവിന്ദ് മടി കൂടാതെ പറഞ്ഞു, സാർ, ഈ പെൺകുട്ടി ഹെൽമെറ്റ് ഇല്ലാതെ വേഗത്തിൽ സ്കൂട്ടർ ഓടിക്കുന്നു. അവളെ തടഞ്ഞപ്പോൾ എന്നോട് മോശമായി പെരുമാറി. അതുകൊണ്ട് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് കേട്ട് SI ദീപക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ഏതായാലും നന്നായി. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അയാൾ യഥാർത്ഥ കാരണം അറിയാൻ ശ്രമിച്ചില്ല. ഇത് കേട്ട് രാധിക മനസ്സിൽ വിചാരിച്ചു, ഇവിടത്തെ 2 ഉദ്യോഗസ്ഥരും നിയമത്തിന് എതിരാണ്. ഇവർ യഥാർത്ഥത്തിൽ നിയമപാലകരല്ല. ചേച്ചിയെ വിളിക്കാനായിട്ട് അവളുടെ കയ്യിൽ ഫോണില്ലായിരുന്നു. പക്ഷേ ഭാഗ്യം അവളുടെ കൂടെയായിരുന്നു. ഇതും പറഞ്ഞിരിക്കുമ്പോഴാണ് അവളുടെ ചേച്ചി SP അഞ്ജലി ഒരു കേസിന്റെ ആവശ്യവുമായി അങ്ങോട്ട് വരുന്നത്. ജയിലിനകത്ത് കിടക്കുന്ന രാധികയെ കണ്ട് അവൾ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി.
അഞ്ജലി നേരെ ജയിലിനടുത്തേക്ക് ചെന്ന് ചോദിച്ചു, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ആരാണ് നിന്നെ ജയിലിൽ അടച്ചത്? എന്ത് പറ്റി? ജയിലിനടുത്തുള്ള ഒരു കോൺസ്റ്റബിൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് സാധാരണ പെൺകുട്ടിയല്ല, SP മേഡത്തിന്റെ ആരോ ആണ്. ആ കോൺസ്റ്റബിൾ ഓടിച്ചെന്ന് ഇൻസ്പെക്ടർ അരവിന്ദനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അയാളുടെ നെറ്റി ചെറുതായി ഒന്ന് ചുളിഞ്ഞു. അഞ്ജലി ഇങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അരവിന്ദ് അങ്ങോട്ട് പറഞ്ഞു, SP മേഡം, ഈ പെൺകുട്ടി ഹെൽമെറ്റ് ഇല്ലാതെ അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുന്നു. ഞങ്ങൾ അവളെ തടഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും മോശമായി പെരുമാറുകയും ചെയ്തു. അയാൾ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് സത്യം മറക്കാൻ തുടങ്ങി. ഒരുപാട് അഹങ്കാരം കാണിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇവളെ പിടിച്ച് ജയിലിൽ അടച്ചത്. ഇത് കേട്ട് SP അഞ്ജലിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൾ പറഞ്ഞു, ഇവൾ എന്റെ സഹോദരിയാണ്. ഇവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. ഇത് കേട്ട് അരവിന്ദ് പേടിച്ച് കൈകൾ കൂപ്പി പറഞ്ഞു, മേഡം, ഇത് നിങ്ങളുടെ സഹോദരിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. മേഡം, ഞാൻ ഇപ്പോൾ തന്നെ ഇവളെ ലോക്കപ്പ് തുറന്ന് വിട്ടയക്കാം. ഇത് കേട്ട് അഞ്ജലി ഉറക്കെ പറഞ്ഞു, ലോക്കപ്പ് തുറക്കേണ്ട ആവശ്യമില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീയും ഇവരും ചേർന്ന് ചെയ്തു കൂട്ടിയത് ഈ രാജ്യത്തിന്റെ നിയമത്തിനും മനുഷ്യത്വത്തിനും എതിരാണ്. എവിടെ SI ദീപക്? ഇവരുടെ സംസാരം കേട്ട് ദീപക് മാറി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് വന്നു. പറയൂ മാഡം, അഞ്ജലി ദീപകിനോട് പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഇവളെ ജയിലിൽ അടച്ചത്? ഇതിനിടയിൽ ഒരു കോൺസ്റ്റബിൾ വേഗം ജയിൽ തുറന്ന് രാധികയെ പുറത്തിറക്കി. അവൾ ചേച്ചിയോട് നടന്ന സംഭവങ്ങളെല്ലാം മുഴുവൻ പറഞ്ഞു. എന്നെ പരസ്യമായി കളിയാക്കിയതും മുഖത്തടിച്ച് മർദ്ദിച്ചതും എല്ലാം പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഇൻസ്പെക്ടർ അരവിന്ദും SI ദീപകും പോലീസ് യൂണിഫോം ദുരുപയോഗം ചെയ്യുകയാണെന്ന് അഞ്ജലിക്ക് മനസ്സിലായി. അവൾ വേഗം തന്റെ ഫോൺ എടുത്ത് ജില്ലാ ഓഫീസറായ അഷ്റഫിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ ആകെ നിശബ്ദമായി. എല്ലാ പോലീസുകാരുടെയും ഉള്ളിൽ ഭയം വരാൻ തുടങ്ങി. അഞ്ജലി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് DM അഷ്റഫ് പറഞ്ഞു, എനിക്ക് നിന്നെ ഉടൻ കാണണം. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞാനിപ്പോൾ ഒരു തിരക്കിലാണ്. അത് കഴിഞ്ഞ് 30 മിനിറ്റ് കൊണ്ട് ഞാൻ ആ സ്റ്റേഷനിലേക്ക് വരാം. ഇതും പറഞ്ഞ് DM ഫോൺ വെച്ചു. ഇൻസ്പെക്ടർ അരവിന്ദും SI ദീപകും പരസ്പരം ഒന്ന് നോക്കി. മറ്റു കോൺസ്റ്റബിൾമാരെല്ലാം പേടിച്ച് നിശബ്ദമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ സ്റ്റേഷന്റെ പുറത്ത് കുറച്ച് സർക്കാർ വാഹനങ്ങൾ വന്നു നിൽക്കുന്നു. അതിൽ വന്നത് ജില്ലാ ഓഫീസർ അഷ്റഫും കുറച്ച് പോലീസുകാരുമായിരുന്നു. പോലീസ് സ്റ്റേഷന്റെ അന്തരീക്ഷം വീണ്ടും നിശബ്ദമായി. DM അഷ്റഫ് അഞ്ജലിയോട് പറഞ്ഞു, പറയൂ, എന്താണ് ഇവിടെ നടന്നത്? SP അഞ്ജലി തന്റെ സഹോദരി രാധികയെ ചൂണ്ടി പറഞ്ഞു. ഈ നിൽക്കുന്നത് എന്റെ സഹോദരിയാണ്. പക്ഷേ സാർ, ആദ്യം ഞാൻ ഇവളെ ഒരു പൗരനായിട്ടാണ് കാണുന്നത്, എന്റെ സഹോദരി ആയിട്ടല്ല. ഇവളെ റോഡിൽ കാരണം കൂടാതെ തടഞ്ഞു നിർത്തി വലിയൊരു തുക ഫൈനായി ആവശ്യപ്പെടുന്നു. അത് ചോദിച്ചതിന് അവളെ പരസ്യമായി തല്ലുകയും കളിയാക്കുകയും ചെയ്തു. ശേഷം അവളെ പിടിച്ച് ഒരു കാരണം കൂടാതെ ഇപ്പോഴിതാ ജയിലിലും അടച്ചിരിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം ഇവിടത്തെ നിയമത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് ഇതിനെതിരെ ഇപ്പോൾ തന്നെ ഒരു അന്വേഷണം തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് DM അഷ്റഫ് തലയാട്ടി. ശരിയാണ്, ഇത് വലിയ കുറ്റമാണ്. അയാൾ തന്റെ പോലീസുകാരോട് പറഞ്ഞു, ഇതിനെതിരെ പെട്ടെന്ന് അന്വേഷണം തുടങ്ങണം. സംഭവം നടന്ന സ്ഥലത്ത് കൂടിയ ആളുകളുടെ മൊഴിയെടുക്കണം. അതോടൊപ്പം അവിടെയുള്ള CCTVകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. DM തന്റെ പോലീസുകാരോട് പറഞ്ഞു. ഇത് കേട്ട് സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു, സാർ, സംഭവം നടക്കുമ്പോൾ അവിടെ കൂടിയ ആളുകളിൽ പലരും ഫോൺ ഉപയോഗിച്ച് വീഡിയോ എടുത്തിരുന്നു. ഇത് കേട്ട് DM ഓഫീസർ പറഞ്ഞു, അവരെ എത്രയും വേഗം കണ്ടെത്തി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുക. കുറച്ചു സമയം കൊണ്ട് വീഡിയോ എടുത്ത 3 ആളുകൾ സ്റ്റേഷനിലെത്തി. അവരിൽ ഒരാൾ പ്രായമായ ഒരാളായിരുന്നു. അയാൾ പറഞ്ഞു, സാർ, ഞാൻ എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഇതെല്ലാം കണ്ടു. ഈ പെൺകുട്ടി സാധാരണ വേഗത്തിൽ തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത്. പക്ഷേ ഹെൽമെറ്റ് ഇല്ലായിരുന്നു. അത് ശരിയാണ്. പക്ഷേ അവൾ ആരോടും മോശമായി പെരുമാറിയിട്ടില്ല. ഒരാവശ്യവും കൂടാതെയാണ് ഈ നിൽക്കുന്ന ഇൻസ്പെക്ടർ അവളെ തല്ലുകയും കളിയാക്കുകയും ചെയ്തിരുന്നത്. രണ്ടാമത്തെ സാക്ഷി ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. അവൻ ഫോണിൽ വീഡിയോ എടുത്ത് DM ഓഫീസർക്ക് കാണിച്ചു. ഇൻസ്പെക്ടർ അരവിന്ദ് രാധികയുടെ മുഖത്ത് അടിക്കുന്നതും 2000 രൂപ ഫൈനായി ചോദിക്കുന്നതും ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അവിടെ കൂടിയ ആളുകളെയുമെല്ലാം ഓഫീസർ ആ വീഡിയോയിലൂടെ കണ്ടു. മൂന്നാമത്തെ സാക്ഷിയും പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ്. DM ഓഫീസർ അരവിന്ദിനോട് ചോദിച്ചു, ഇവളെ നീ അറസ്റ്റ് ചെയ്യാൻ എന്ത് കാരണമാണ് എഴുതിയത്? അരവിന്ദ് വിയർപ്പ് തുടച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു, സാർ, ഇവൾ ഞങ്ങളെ ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മതി മതി, നിർത്ത്. DM ഓഫീസർ അവനോട് പറഞ്ഞു, നീ പറഞ്ഞതിനൊക്കെ എന്തെങ്കിലും
എന്തെങ്കിലും തെളിവുണ്ടോ? മിസ്റ്റർ ഇൻസ്പെക്ടർ പറയൂ. ഇത് കേട്ട് അരവിന്ദിന് ഒന്നും പറയാനില്ലായിരുന്നു. ഇനി സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളായിരുന്നു നോക്കാനുണ്ടായിരുന്നത്. രാധികയെ ഒരു ചോദ്യം ചെയ്യലും കൂടാതെ നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുന്നു. ഇൻസ്പെക്ടർ അരവിന്ദും SI ദീപകും പരസ്പരം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അവൾക്കെതിരെ ഒരു അറസ്റ്റ് വാറന്റോ മൊഴിയോ ഒന്നും തയ്യാറാക്കിയിട്ടില്ല. ഇതെല്ലാം കണ്ടുനിന്ന DM ഓഫീസർ അവരോട് പറഞ്ഞു, ഇത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോലീസ് ആക്ടിന്റെ കീഴിലും ഇത് വലിയ കുറ്റമാണ്. ശേഷം DM ഓഫീസർ SI ദീപകിനോട് ചോദിച്ചു, സ്റ്റേഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് നിനക്കറിയില്ലേ പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന്? നീ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? ദീപക് പതിയെ പറഞ്ഞു. അത് ഇൻസ്പെക്ടർ പറഞ്ഞത് ശരിയാകുമെന്ന് ഞാൻ കരുതി. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചതുമില്ല. ഇത് കേട്ട് DM ഓഫീസർ കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു, വിശ്വാസം നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അത് തെളിവുകളുടെയും നടപടികളുടെയും അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ഒരു അന്വേഷണവും നടത്തിയില്ല, അത് തടയാനും ശ്രമിച്ചില്ല. ഇതിനർത്ഥം നീയും ഇതിൽ പങ്കാളിയാണ്. ഏകദേശം 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ, സാക്ഷികളുടെ മൊഴിയെടുക്കൽ എന്നിവയ്ക്ക് ശേഷം DM അഷ്റഫ് പറഞ്ഞു, ഇൻസ്പെക്ടർ അരവിന്ദിനെയും SI ദീപകിനെയും സസ്പെൻഡ് ചെയ്യുന്നു. അവർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിനും IPC 323 മർദ്ദനത്തിനും 341 നിയമവിരുദ്ധ തടങ്കലിനും 167 നിയമത്തിനെതിരെയുള്ള പ്രവൃത്തികൾക്കും എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തു. സ്റ്റേഷനിലെ എല്ലാ പോലീസുകാർക്കും മനസ്സിലായി, ഇനി ഇങ്ങനെ സംഭവിച്ചാൽ എന്റെയും അവസ്ഥ ഇതായിരിക്കുമെന്ന്. ഇതെല്ലാം കേട്ട് അരവിന്ദും ദീപകും തല കുനിച്ചു നിന്നു. SP അഞ്ജലി രാധികയെ നോക്കി. അവളുടെ കണ്ണിൽ സന്തോഷവും അഭിമാനവും ഉണ്ടായിരുന്നു. രാധികയെ, ഇന്ന് നീ ഒരുപാട് സഹിച്ചു. പക്ഷേ അനീതിക്ക് മുന്നിൽ നീ മിണ്ടാതിരുന്നില്ല. ഒരു സാധാരണ പൗരനുണ്ടായിരിക്കേണ്ട ധൈര്യമാണിത്. രാധിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചി, നിയമം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് എത്രത്തോളം പ്രധാനമാണെന്നും തെറ്റായ കൈകളിൽ അത് എത്രത്തോളം അപകടമാണെന്നും എനിക്കിപ്പോൾ മനസ്സിലായി. DM ഓഫീസർ അഷ്റഫ് തിരിച്ചു പോകുമ്പോൾ അവസാനമായി പറഞ്ഞു, ഈ നിയമം എല്ലാവർക്കും തുല്യമാണ്. അത് പോലീസ് ആയാലും സാധാരണ പൗരനായാലും. അന്ന് മുതൽ ആ പോലീസ് സ്റ്റേഷൻ ആകെ മാറി. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങി. അപ്പോ നമ്മുടെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഒരു സംഭവം കഥാരൂപത്തിലാക്കിയതാണിത്. അപ്പോ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല ഒരുപാടധികം കഥകളുമായിട്ട് കാണാം. താങ്ക് യു.